ഹായ് ഫിഷി ഡോക്ടേഴ്സ്. നീറ്റ് ആസ്പിരൻസിനെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഹൗ ടു അവോയ്ഡ് ബാക്ക്ലോഗ്സ് ഓർ പെൻഡിങ് ടോപ്പിക്സ്. മുൻപും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷെഡ്യൂളിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻ റീസൺസ് വൈ യു ഗെറ്റ് ബാക്ക്ലോഗ്സ് ആർ ലൈക്ക് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും, അപ്പോൾ ക്ലാസ്സസ് മിസ്സാവും അല്ലേ. നിങ്ങൾ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ പഠിക്കുന്നവരാകും, പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നവരാകും. ചില റീസണുകൾ കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ചിലർക്ക് ജസ്റ്റ് മടി അല്ലെ, എണീറ്റ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഉറക്കക്ഷീണം, ഇതൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇനി അതല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡേ ഡ്രീമിങ് ചെയ്ത് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് ഇതൊക്കെ എനിക്ക് പഠിച്ചാൽ കിട്ടുമോ, എനിക്ക് മാർക്ക് കിട്ടുമോ, എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഞാൻ സക്സസ്ഫുൾ ആവുമോ, ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്കിങ് കൊണ്ട് നമ്മൾ കളയുന്ന സമയം. ആൻഡ് ഓൾസോ നമ്മൾ ഒരുപാട് സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ വി ആർ നോട്ട് ഏബിൾ ടു സ്റ്റിക്ക് ടു എ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് പെൻഡിങ് ടോപ്പിക്സ് വരുന്നു. ഒരു ചാപ്റ്റർ നമ്മളിപ്പം ഒരു ചാപ്റ്ററിന് 5 ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ ഒരു 3 ക്ലാസ് നന്നായിട്ട് തന്നെ കണ്ടു, പക്ഷെ 4ാമത്തെ 5ാമത്തെ ക്ലാസ് നമുക്ക് മിസ്സായി. അപ്പോൾ തന്നെ കുറേ പോർഷൻസ് അവിടെ പെൻഡിങ് ആയി. അങ്ങനെ പെൻഡിങ് വരുന്നവരുണ്ട്. ഒരു ചാപ്റ്ററിലെ ഹാഫ് മനസ്സിലായി, ഹാഫ് പെൻഡിങ് ആയി പോകുന്നവരുണ്ട്. ചിലർക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഒരു എൻറ്റയർ ചാപ്റ്റർ തന്നെ ലാഗ് ബിഹൈൻഡ് ആയി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് റെഗുലർ ആയിട്ട് വീക്ക്ലി ടെസ്റ്റുകളൊക്കെ വരുമ്പം അതിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നു. അപ്പം നമ്മൾ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യും? നമ്മൾ അതായത് നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് വി ഷുഡ് ബി ഏബിൾ ടു സ്റ്റിക്ക് ടു ആ സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ സ്റ്റിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്കിത് വർക്കൗട്ട് ആവുമായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അത്ര നിസ്സാരമായിട്ട് കളയരുത്. ബാക്ക്ലോഗ്സ് അല്ലേ, അത് നമുക്ക് പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അതിനെ വിടാതെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ, അതായത് ഒരു വീക്ക്ലി നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളെ സെൽഫ് സ്റ്റഡി ടൈമിൽ ഒരു ശനി ഞായർ, സാറ്റർഡേ സൺഡേ നമ്മൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതായത് ബേസിക്കലി ആ ദിവസങ്ങളിൽ നിങ്ങൾ വേറെ ഒന്നും എന്താ പറയുക, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതോ വേറെ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, വീക്ക്ലി ടെസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് അത് എഴുതാം. അല്ലാതെ പെൻഡിങ് ആയിട്ടുള്ള ആ ആഴ്ചയിലെ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഫുൾ ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒരു 4 hours ഇൻ എ ഡേ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ അന്നന്ന് പഠിച്ച കാര്യങ്ങളും ടോപ്പിക്കുകളും റിവൈസ് ചെയ്യാൻ പോവുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. സാറ്റർഡേ സൺഡേ നിങ്ങൾ ഡെഡിക്കേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ യുവർ ബാക്ക്ലോഗ്സ്. അപ്പോൾ ആ 4 മണിക്കൂർ നമുക്ക് സമയം കിട്ടില്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡിവൈഡ് ചെയ്യാം. ഒരു മാസത്തിൽ നമുക്ക് 4 ആഴ്ചയുണ്ട്. ആദ്യത്തെ 2 വീക്കെൻഡ്, പിന്നത്തെ 2 വീക്കെൻഡ്. ആദ്യത്തെ 2 വീക്കെൻഡ് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബാക്ക്ലോഗ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കെൻഡ് നിങ്ങൾക്ക് സുവോളജി ബോട്ടണിയിലെ ബാക്ക്ലോഗ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇറ്റ്സ് ദ ചോയ്സ് ഇസ് അപ് ടു യു. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. വീക്കെൻഡ്സിൽ, അതായത് ഡെയിലി ബേസിസിൽ നമ്മൾ ഈ ബാക്ക്ലോഗിനെ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് വേറെയും ഒരുപാട് ടോപ്പിക്സ് പെൻഡിങ് വരും. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ആഡ് ഓൺ ചെയ്ത് പിന്നെ കുറേ ലിസ്റ്റ് ഓഫ് പെൻഡിങ് ടോപ്പിക്സ് ആവില്ലേ? അങ്ങനെ ആവാണ്ടിരിക്കാനാണ് മിസ് പറയുന്നത് വീക്ക്ലി ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ട് ആ ടോപ്പിക്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കാം. പിന്നെ ഈ ബാക്ക്ലോഗ്സ് പഠിക്കുമ്പോൾ അപ്പം നിങ്ങൾ പറയും, മിസ്സേ ഒരാഴ്ചയിൽ ഇപ്പോൾ എനിക്ക് കുറേ ടോപ്പിക്ക് പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് വെറും 4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസത്തെ 8 മണിക്കൂർ കൊണ്ടൊക്കെ എങ്ങനെ ഞാനത് പഠിച്ചു തീർക്കും എന്ന് പറയുന്നത്. സി, യു ക്യാൻ ഓൾവേസ് ഡു സെലക്റ്റീവ് ലേണിംഗ്. സെലക്റ്റീവ് ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചാപ്റ്റർ ഈക്വലിബ്രിയം, ആ ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് പെൻഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ചാപ്റ്ററിൻ്റെ ആദ്യം ഒരു ട്രെൻഡ് അനാലിസിസ് ചെയ്യണം. അതായത് ഒരു കഴിഞ്ഞ 10-15 വർഷത്തെ PYQs ഒക്കെ നോക്കി ഏത് ഭാഗത്തു നിന്നാണ് ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കുക. അപ്പോൾ ആ ചാപ്റ്ററിൽ എന്താ പറയുക, അതൊരു 80-20 റൂൾ എന്ന് പറയും. അതായത് we will identify 20% of the topics that is asked 80% of the time. അല്ലേ? 20% of topics that's asked 80% of the time. അതാണ് നമ്മുടെ 20-80 അല്ലെങ്കിൽ 80/20 റൂള്. അപ്പം ആ റൂൾ അനുസരിച്ചിട്ട് ആ 20%, അതായത് ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്, ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്. കാരണം എന്താണെങ്കിലും നമുക്ക് ആ ചാപ്റ്റർ ഇപ്പോൾ പെൻഡിങ് വന്നു പോയി. ഇപ്പം നമുക്കത് സ്റ്റാർട്ടിങ് മുതൽ അല്ലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യും. സോ നമ്മൾ എന്നിട്ട് നമ്മുടെ ട്രെൻഡ് അനാലിസിസ് ചെയ്യണം ഫസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ. എന്നിട്ട് ആ 20% ടോപ്പിക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ബേസിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കറക്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കുന്നു. അത് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ബാക്ക്ലോഗ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോസ് കണ്ടു പഠിക്കാം അല്ലേ? കോൺസെപ്റ്റ് പെട്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഈ ടോപ്പിക്സ് നോക്കാൻ വേണ്ടിയിട്ട് ആ പെർട്ടിക്കുലർ ഹൈ വെയിറ്റേജ് ടോപ്പിക്സിനെ മാത്രം
ബേസിലുള്ള വീഡിയോസ് നമുക്ക് കാണാം. 1.5x 2x സ്പീഡിലൊക്കെ നമുക്ക് കണ്ട് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോവാം. അതിനെ ബേസിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നോക്കി പോവാം. അപ്പോൾ അതൊരു റിവിഷനാവും. ആ ചാപ്റ്റർ നമ്മളൊന്നും തിരിച്ചു വന്ന് നോക്കിയെന്നാകും. അപ്പോൾ അങ്ങനെ ചെയ്യാം. കാരണം ഒരിക്കലും നമ്മൾ നമ്മുടെ ഡെയിലി ടൈം ടേബിളിൽ ബാക്ക്ലോഗ് ഉണ്ടല്ലോ, അപ്പോൾ ബാക്ക്ലോഗ് പഠിച്ചിട്ട് പിന്നെ ഇന്നത്തെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ബാക്ക്ലോഗ് ഉണ്ട്, പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് കണ്ടു തീർക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇപ്പം നടക്കുന്ന ക്ലാസ്സസ് കാണാതിരിക്കരുത്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു ഗോ വിത്ത് ദ ഷെഡ്യൂൾ. പെൻഡിങ് ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ചെറിയ മെത്തേഡ്സിലൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് വരാം. ഓക്കെ, അപ്പം 80-20 റൂള് ഫോളോ ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സെലക്റ്റീവ് ലേണിംഗ് ചെയ്യുക, ഹൈ വെയിറ്റ്. അതായത് ഇപ്പം നമ്മൾ ആ ചാപ്റ്ററിലെ പെൻഡിങ് ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഹൈ വെയിറ്റഡ് ടോപ്പിക്സ് നോക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇപ്പം നിങ്ങൾ പറയണ മാം എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനേ സമയം കിട്ടുന്നുള്ളൂ, വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ എപ്പോഴാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം കിട്ടുക? 2 ദിവസം വീക്കെൻഡ്സിലല്ലേ മാം ഇത് ചെയ്യാൻ പറയുന്നത്. സോ നമുക്കിങ്ങനെ ചെയ്യാം. അതായത് ആ വീക്കിൽ തന്നെ നിങ്ങളിപ്പം ട്രാവൽ ചെയ്യുന്ന സമയം ഉണ്ടാവും, ഓഫ്ലൈനൊക്കെ പോകുന്ന ഒരു ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പോകുന്ന സമയം ഉണ്ടാവും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കേട്ടോണ്ടിരിക്കുക. ഓഡിയോ കേട്ടാൽ മതി അല്ലേ? ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാം. കോൺസെപ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ ഇരുന്ന് നല്ല പോലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, സെൽഫ് സ്റ്റഡി സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മളുടെ ഡെയിലി ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ മൺഡേ ടു ഫ്രൈഡേയിൽ നമ്മൾ എപ്പോഴും ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇയർഫോൺസ് വെച്ച് ഈ വീഡിയോസ് കേൾക്കാൻ, പെൻഡിങ് ടോപ്പിക്സിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോസ് കേൾക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നു. സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പോകുന്നു. റിവിഷൻ ആസ് ബാക്ക്ലോഗ്സ് നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ മിസ്സായത് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പോവാണ്. അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. അതിന് നമുക്ക് ഡെയിലി 4 hours ആണ്. അപ്പം അതിൽ ഓൾറെഡി നമ്മൾ വീഡിയോസ് കാണും. കാണാത്തവരാണെങ്കിൽ വീണ്ടും വീഡിയോസ് കാണുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. ആൻഡ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു, നമ്മളത് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് അതിനെ ബേസിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, ലാസ്റ്റ് 10 years 15 years PYQs നമ്മൾ ചെയ്തു നോക്കും. NCERT റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സും പഠിച്ചു കഴിയുമ്പോൾ, ബാക്ക്ലോഗും ക്ലിയർ ചെയ്യുമ്പോൾ അതിനെ ബേസിച്ചിട്ടുള്ള NCERT ഭാഗം കൂടെ നമ്മൾ വായിച്ചു പോകും. അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ അതിന് സാറ്റർഡേ സൺഡേ 8 മണിക്കൂറാണ്. അപ്പോൾ ഒരു മാസം നമ്മൾ 32 hours ആണ് നമ്മുടെ എൻറ്റയർ സ്റ്റഡി പ്ലാനിൽ നിന്നും ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എഫക്റ്റീവ്. നിങ്ങൾ ഇതൊരു റുട്ടീനായിട്ട് കണ്ട് അതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരാഴ്ചയിലെ ടോപ്പിക്സ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനും പറ്റും. അത് നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും ആകും. ആൻഡ് ഓൾസോ മക്കൾ ഓർക്കുക, ട്രെൻഡ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പം നിങ്ങൾ ബാക്ക്ലോഗ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫുൾ ചാപ്റ്റർ ആദ്യം മുതലേ പഠിക്കേണ്ട. നിങ്ങൾ ഈ സമയത്ത്, അതായത് ഇപ്പം നിങ്ങളുടെ ആ ഒരു ടെൻഷനും ആങ്സൈറ്റിയും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ അത് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് ചെയ്യുക അല്ലേ. അതായത് ഒരു 20% ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, 80% ടൈം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പം ആ വീഡിയോസ് കാണുമ്പോൾ ആ ടോപ്പിക്സ് ഉള്ള വീഡിയോസ് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ അല്ലേ, സെൽ ഡിവിഷനിൽ മിയോസിസിൻ്റെ പ്രോഫേസ് 1 കുറിച്ചൊക്കെയാണ് എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് എടുത്ത് നമ്മൾ നല്ല പോലെ ഡെപ്തിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, NCERT വായിക്കുക, NCERT നല്ല പോലെ ഹൈലൈറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ പെൻഡിങ് നല്ല ഈ ഒരു പ്ലാനോട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും പെൻഡിങ് ടോപ്പിക്സ് ഒരുവിധം ക്ലിയർ ചെയ്യാൻ പറ്റും. മോർ ദാൻ ക്ലിയറിങ് ദ ബാക്ക്ലോഗ്സ്, നിങ്ങൾക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തരും. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയോ എഫേർട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇടുന്നുണ്ട്, ഓക്കെ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. ആ കോൺഫിഡൻസിൽ നിങ്ങളുടെ സ്റ്റഡിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ സിലബസ് ഒക്കെ നമ്മൾ ഫുൾ പഠിച്ചു കഴിഞ്ഞ് നമുക്കിനി ഇഷ്ടംപോലെ റിവിഷൻ പ്ലാൻസ് വരുന്നുണ്ട്. സൈലത്തിൻ്റെ കുട്ടികൾക്കാണെങ്കിൽ അറിയാലോ, നമുക്ക് LMRP വരും അല്ലെ, XPL വരും, അങ്ങനെ ഒരുപാട് റിപ്പീറ്റഡ് റിവിഷൻസ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾ ഇപ്പോൾ ഇവിടെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ റിവിഷൻ സെഷൻസിൽ നമ്മളത് വീണ്ടും ഒന്നും കൂടി ടോപ്പിക്സ് മൊത്തം നോക്കും, ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് അതിൻ്റെ റിപ്പീറ്റഡ് റിവിഷൻസ് ആയിക്കോളും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പക്ഷെ നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മാം ഇപ്പം ഈ മെത്തേഡ് പറഞ്ഞു തന്നത്. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.